ഈ പഴകിത്തുരുമ്പിച്ച ജാതി ആഠ്യത്വത്തോടും അതിൽ നിന്നുണ്ടാകുന്ന ചൂഷണങ്ങളോടും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ചിലത് പറയാനുണ്ട്. കാണാം, പൊതുജനം പ്രതികരിക്കും. ശരിയല്ലല്ലോ, ഒരു പഠിക്കാൻ വന്ന കുട്ടീനെ ഇങ്ങനെ ജാതിയുടെ പേരിലൊക്കെ അധിക്ഷേപിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ? കാസ്റ്റ് നമ്മൾ ഓൾറെഡി ഇത് ചെയ്തുകൂടല്ലോ, കാരണം നമ്മൾ ഇത്ര ഇൻഡിപെൻഡൻസ് വേണ്ടി ഇത്രയും വർഷം കഴിഞ്ഞില്ലേ. കളർ മാത്രമല്ല, ഇപ്പൊ ഞാൻ ഫാറ്റാണ്. മുമ്പ് സ്കൂളിനല്ല ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുന്നൊക്കെ എനിക്ക് അങ്ങനത്തെ ഇതുണ്ടായിട്ടുണ്ട്. അത് റേസ് ഇത് അങ്ങനെ പറയല് ബോഡി ഷേമിങ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊന്നൊരു ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര അത് ഓർക്കുമ്പോൾ തന്നെ മാനസികമായിട്ട് തളരുന്നുണ്ട്. അങ്ങനെ നമുക്കും അന്നേരം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അതങ്ങനെ ഇതായിട്ട് നേരെ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. പരിപൂർണമായിട്ട് ഇന്ത്യയിലൊന്നും ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒന്നും വിട്ടുപോയിട്ടില്ല. അതിപ്പോഴും നമുക്ക് ഒറ്റയടിക്കൊന്നും അത് തുടച്ചു നിൽക്കാനും പറ്റത്തില്ല. കാരണം അത് ഇനി കാലങ്ങളായിട്ട് ഇനിയും ഒരുപാട് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ചിന്താഗതികളിലും മാറ്റം വരുത്തണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.